മക്കളെ, നിങ്ങൾ നീറ്റ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്, അതായത് ഡോക്ടർ എന്നുള്ള ആഗ്രഹത്തോടു കൂടെ വർക്ക് ചെയ്യുന്ന മക്കളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ എക്സാമിന് അടുത്തെത്തി. നമുക്ക് മെയ് 3-ാം തീയതിയാണ് നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാം നടക്കാൻ പോകുന്നത്. ഇപ്പോഴും കുറെ കോഴ്സുകൾ നീറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. പല കുട്ടികളും ഡോക്ടർ എന്ന് പറയാറുണ്ട്. MBBS ആണ് എല്ലാവരുടെയും മനസ്സിൽ. ഇത് കൂടാതെ മറ്റു പല കോഴ്സുകളും, MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, ഹോമിയോ, ആയുർവേദ, വെറ്റിനറി, ഇനി ഇതൊക്കെ കൂടാതെ നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ ഇപ്പൊ നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സും ഇതെല്ലാം നീറ്റിലേക്ക് വരാൻ പോവാണ്. അപ്പൊ നീറ്റ് എൻട്രൻസ് എക്സാമിലൂടെയാണ് നമുക്ക് ഇതിനെല്ലാത്തിനും അഡ്മിഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ +2 ബോർഡ് എക്സാം മാർക്ക് നോക്കിയിട്ട് അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് സാധാരണ ഡിഗ്രി കോഴ്സുകളായിട്ട് മാറി. ഇനിയിപ്പോ അത് തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസിൽ പഠിക്കണമെങ്കിൽ നമുക്ക് CUT എൻട്രൻസ് എക്സാം എഴുതാം. എല്ലാത്തിനും എൻട്രൻസ് തന്നെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇനി വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമിൽ ഏറ്റവും നല്ല സ്കോറോടുകൂടെ ഈ പറഞ്ഞ കോഴ്സുകളിൽ എന്തിലെങ്കിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രാഷ് പ്രോഗ്രാം JPC കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ആകെ 2 ബാച്ച് മാത്രമേ ഇവിടെ ഓഫ്ലൈനിൽ ഉണ്ടാവും, ഓൺലൈനിൽ ഒരു ബാച്ച്. നിങ്ങൾ ഇതിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഈ കഴിഞ്ഞ വർഷം കേരളത്തില് ആദ്യത്തെ 10 റാങ്കുകളിൽ ഒരു റാങ്ക് JPCയിലെ റാങ്ക് ആയിരുന്നു 7ാമത്തെ റാങ്ക്. അത് ആരുടെയും കുത്തകയൊന്നുമല്ല. ആദ്യത്തെ 10 റാങ്കുകൾ ചില സ്ഥാപനങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ അതിൽ 7ാമത്തെ റാങ്ക് ഈ വർഷം വലിയ സ്ഥാപനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ കുഞ്ഞു സ്ഥാപനം 200 കുട്ടികളെ ഇന്ന് JPCന് കേരളത്തിൽ ആദ്യത്തെ 10-നുള്ള റിസൾട്ട് കിട്ടി. ആദ്യത്തെ 100-നുള്ളിൽ 4 റിസൾട്ടുകൾ JPCന് കിട്ടി. അപ്പോൾ ഉറപ്പായിട്ടും ഇനി മുന്നോട്ടേക്കും ഇതേ രീതിയിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് നമ്മൾ പോകും. മക്കള് മടിച്ചു നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോട്ടോ.